പത്തനാപുരത്തെ താൽക്കാലിക നടപ്പാലം തകർന്നു വീണു. പത്തനാപുരത്തെ 1500 കുടുംബങ്ങൾ ഭാരതപ്പുഴ കടന്ന് ആലത്തൂരിലേക്ക് എത്താൻ ആശ്രയിക്കുന്ന താൽക്കാലിക പാലമാണ് തകർന്നത്. പത്തനാപുരത്തെ പഴയ പാലം നിർമ്മാണത്തിനായി പൊളിച്ചിട്ടിരിക്കുകയാണ്. നടപ്പാലം തകർന്നു വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് കിട്ടി. പ്രേക്ഷകർ ആ ദൃശ്യങ്ങൾ കാണൂ. നമുക്കൊപ്പം ഇക്ബാൽ അറക്കലുണ്ട്. ഇക്ബാൽ, നമ്മൾ ലോക്കൽ ഫോക്കസിലൂടെ പാലത്തിന്റെ പണി എന്ന് തീരും, പാലം എപ്പോൾ കിട്ടും എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗായത്രി പുഴയിൽ ഉണ്ടായിരുന്ന പാലം കൂടി ഇങ്ങനെ താഴേക്ക് വീഴുന്ന കാഴ്ച നമുക്ക് കണ്ടു നിൽക്കേണ്ടി വരുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത് ഇക്ബാൽ? ഇന്നലെയാണ് പാലക്കാട് ആലത്തൂരിലുള്ള ഈ പത്തനാപുരം നിവാസികളുടെ ദുരിതം നമ്മൾ റിപ്പോർട്ടിലൂടെ പുറത്തുവിട്ടത്. അവർക്ക് ഈ ആലത്തൂർ ഭാഗത്തേക്ക് എത്താൻ വേണ്ടി ആകെ ഉണ്ടായിരുന്നത് ഒരു കോൺക്രീറ്റ് പാലമായിരുന്നു. ഇത് ബലക്ഷയത്തെ തുടർന്ന് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പൊളിച്ചു നീക്കി. പകരം അവർക്ക് ഒരു ബദൽ സംവിധാനം എന്നോളമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു നടപ്പാലം മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ നൽകിയത്. പക്ഷേ ഇന്നലെ ഈ പത്തനാപുരം നിവാസികൾ തന്നെ റിപ്പോർട്ടിലൂടെ പ്രതികരിച്ചത് ഈ പാലത്തിന് ബലമില്ല എന്നും ഇത് ബലപ്പെടുത്താനുള്ള നടപടികൾ അധികാരികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണം എന്നുമാണ്. കാരണം മഴക്കാലം ആവുമ്പോഴേക്കും ഈ പാലം ഒരു പക്ഷേ ഈ ബലക്ഷയം കൊണ്ട് തന്നെ തകർന്നു വീഴാക്കും. അതുകൊണ്ട് തന്നെ 1500 കുടുംബങ്ങൾ കഴിയുന്ന തങ്ങൾ മുഴുവൻ ഒറ്റപ്പെട്ടു പോകും. എത്രയും പെട്ടെന്ന് ഈ പാലം ബലപ്പെടുത്തണം, തങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഈ യാത്രാ സൗകര്യം ഏർപ്പെടുത്തണമെന്നായിരുന്നു പത്തനാപുരം നിവാസികളുടെ ഒരു ആവശ്യം. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത മണിക്കൂറുകൾക്കകം തന്നെ അവർക്ക് ഏറ്റവും വലിയ ആശങ്കയായിരുന്ന ഈ പാലം നിലംപൊത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ നടപ്പാലം ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് നിലംപൊത്തിയത്. നിരവധി കുടുംബങ്ങളാണ് ഇതോടുകൂടി ഒറ്റപ്പെട്ടത്. ഇവർക്ക് ഏതൊരു ആവശ്യത്തിനും അത്യാവശ്യത്തിനും ആലത്തൂർ മേഖലയിലേക്ക് തന്നെ വേണം എത്താൻ. കാരണം ഈ പത്തനാപുരം എന്ന് പറയുന്ന ഭാഗത്ത് യാതൊരുവിധ സൗകര്യമില്ല. അതൊരു ഗ്രാമമാണ്. ഇവർക്ക് എന്തൊരു സൗകര്യം വേണമെങ്കിലും, ഒരു മരുന്ന് വാങ്ങണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ആശുപത്രിയിലേക്ക് പോവുകയാണെങ്കിലെല്ലാം അവർക്ക് ഈ ആലത്തൂർ ഭാഗത്തേക്ക് തന്നെ വരണം. അതിനുവേണ്ടി അവർക്ക് ഏക ആശയമായിരുന്നു ഈ പാലം എന്ന് പറയുന്നത്. നിരവധി ജനങ്ങളാണ് ഇതോടുകൂടി ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. ഇവിടെ നമ്മളോടൊപ്പം ഈ പത്തനാപുരം സ്വദേശിയായിട്ടുള്ള സാബു ഉൾപ്പെടെ ചേരുന്നുണ്ട്. ഇന്നലെ സാബുവിൻ്റെ എല്ലാം വാഹനത്തിൽ കയറിയാണ് നമ്മൾ അപ്പുറത്തുള്ള അവരുടെ ദുരിതം മനസ്സിലാക്കാൻ വേണ്ടി അവിടേക്ക് പോയത്. സാബു ചേട്ടാ, ഇന്നലെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ആശങ്ക പോലെ തന്നെ ഈ പാലം തകർന്നു വീഴും? ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിച്ചത്. ഇത് പ്രതീക്ഷിച്ചത് തന്നെയാണ്. സാധാരണ ഒരു മുന്നോർക്കും ഇല്ലാണ്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വളരെ അപകടാവസ്ഥയിൽ തന്നെയാണ് അതിൽ കൂടെ ആളുകൾ പോയിരുന്നത്. എത്ര കുടുംബങ്ങളെ ശരിക്കും ഒറ്റപ്പെട്ടു? ഒരു 1500 കുടുംബങ്ങളോളം അപ്പുറത്തുണ്ട്. ഒറ്റപ്പെട്ടു പോയി, ഒരു ദ്വീപ് പോലെ തന്നെ ആയിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഇവരോടൊക്കെ ചോദിച്ചാൽ അറിയാവുന്നതാണ്. ഇവർ അപ്പുറത്തുള്ള ആൾക്കാർ. അമ്മൻ്റെ വീട് അപ്പുറത്താണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു സുഖമില്ലായ്മ വന്നാലും കുട്ടികളും ജോലിയെ കൊണ്ടുപോകും. ഞങ്ങൾ ഒരു തൊഴിലിന് പോകണം, ജോലിയിൽ പോകണം. പണിക്ക് സാധാരണ ഈ പാലത്തിലൂടെ പണിക്ക് ഇവിടെ പോകണത് ഞങ്ങളെല്ലാം 500 രൂപ കൂലി കിട്ടി വരണം. 300 ഓട്ടോന് കൊടുത്താൽ പിന്നെ എന്താ കുടുംബത്തിനുള്ളത് ഇല്ല. അപ്പോൾ ഈ പാലം ഇങ്ങനെ പൊളിഞ്ഞിട്ട് ജനങ്ങളോട് ചോദിക്കാണ്ട് ഇവർ ചെയ്ത ഇവർ തെറ്റില്ല. ഈ പാലത്തിൽ അതെ ഈ പാലത്തോടെ തന്നെ പോണത് 10 മിനിറ്റ് യാത്ര ചെയ്തിട്ട് പണിക്ക് വേണ്ടത്. ഞങ്ങളിപ്പോൾ 3/4 മണിക്കൂറോളം യാത്ര ചെയ്തിട്ട് പണിക്ക് പോണത്. പിന്നെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. പിന്നെ വിദ്യാർത്ഥികളായിക്കോട്ടെ സ്കൂളിലേക്ക് പോകാൻ എല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടിട്ടായിരിക്കുന്നത്. കുട്ടികളൊക്കെ ഒരുപാട് നേരത്തെ പോകേണ്ടി വരും. കുട്ടികൾ നേരത്തെ പോകണം. കുട്ടികൾക്ക് നേരത്തെ പോവുകയാണെങ്കിലും പോകാനുള്ള ബസ് സൗകര്യം ഇല്ല ഞങ്ങൾക്ക്. അപ്പോൾ ഇതിനുള്ളത് ഞങ്ങളുടെ അടുത്ത് പാലം പൊളിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ആരുടെ ജനങ്ങളുടെ അടുത്ത് അഭിപ്രായമൊന്നും ചോദിച്ചിട്ടില്ല. മഴ വീണതിൻ്റെ ഒരു 2 ദിവസം മുൻപായിരുന്നു പാലം പൊളിച്ചത് തന്നെ. പിന്നെ ഈ മണ്ണിട്ട റോഡ് നിൽക്കില്ലല്ലോ. ഇവിടെ ഏതൊക്കെ സ്കൂളുകളുള്ളത്? ഏതൊക്കെ ഭാഗത്താണ്? ഇവിടെ ഒരു UP സ്കൂളുണ്ട് അക്കരയിൽ, ഒരു LP സ്കൂളും ഉണ്ട്. ഇപ്പോൾ എൻ്റെ മോള് പഠിക്കുന്നത് ആലത്തൂരാണ്. ഇപ്പോൾ ഓളൊന്ന് സ്കൂളിലോട്ട് പോയിട്ടില്ല. കാരണം പോകാൻ വേറെ വഴിയില്ല. സ്കൂൾ ബസ്സുള്ളതൊന്നും ഈ വഴിക്ക് വരണമില്ല. അവർ വന്നിട്ട് തോണിപ്പാടം വരെ വരുന്നില്ല. അത്ര ഒരു 3 കിലോമീറ്ററോളം അങ്ങോട്ട് കുട്ടികൾ നടന്നു പോകണം. പിന്നെ ഇതിപ്പോൾ ഈ കൊല്ലത്തിലും ആയില്ലേ. നമ്മൾ പോയ വെങ്ങന്നൂർ റോഡാണ് ആകെ പൊളിഞ്ഞു കിടക്കുക. ആ റോഡാണ് വളരെ ദുരിതം പിടിച്ചൊരു റോഡാണ്. അതിനാണ് ഞങ്ങൾ ആദ്യം പരാതി കൊടുത്തത്, ആ റോഡ് നേരാക്കി തരാമെന്ന്. പക്ഷേ ആ റോഡ് പോലും നേരാക്കി തരാനുള്ള സന്മനസ് ഇവരാരും കാണിക്കുന്നില്ല. പാലിപ്പോൾ പൊട്ടി വീണ് മണിക്കൂറുകൾ ഒരുപാട് കഴിഞ്ഞു. ആരൊക്കെ വന്നു ഇവിടേക്ക്? ഏതെങ്കിലും അധികാരികൾ ഇവിടേക്ക് എത്തി? ഇത്ര നേരമായിട്ട് ഞങ്ങളുടെ അറിവിൽ ആരും വന്നതായിട്ടില്ല. ഞാൻ കാണിച്ചാൽ ആരും വന്നിട്ടില്ല. പിന്നെ ആരും വന്നിട്ടില്ലല്ലോ. പ്രസിഡന്റ് പോലും വന്നിട്ടില്ല. പ്രസിഡൻ്റൊന്നും വന്നിട്ടില്ല. ആരും വന്നിട്ടില്ല. ആരും എങ്ങനെ സംഭവിച്ചാലും ആരും ഒന്നും അന്വേഷിക്കാൻ വരുന്നില്ല. അവിടുത്തെ പ്രസിഡൻ്റ് ആയിക്കോട്ടെ, മെമ്പർ ആയിക്കോട്ടെ, അവരുടെ വീടിൻ്റെ മരത്ത് വണ്ടി വരേണ്ട അവരുടെ സൗകര്യങ്ങൾ മാത്രം നോക്കുന്നുള്ളൂ. മറ്റുള്ള ഒരുപാട് ജനങ്ങളാണ്, കൂലിപ്പണിക്കാരാണ് ഒരുപാട് ബുദ്ധിമുട്ടിച്ച് കഴിയുന്നത്. നടപടി വേണം തന്നെ. ഞങ്ങൾക്ക് എന്ത് പണിയാണെങ്കിലും ഇക്കരി തന്നെ വരണം. ഞാൻ ഇന്നലെ ഈ വഴി കൂടിയാണ് നടന്നു പോയത്. ഇന്ന് കാലത്താണ് അറിയുന്നത് പുഴയിൽ വെള്ളം കൂടി, പക്ഷേ കിടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ടാണ് അതേ വന്ന് 500 രൂപ എന്തായാലും ആകുന്നുണ്ട്.
ഗായത്രി പുഴ കടക്കാൻ ഇനി മറ്റൊരു മാർഗവും പത്തനാപുരത്തുകാർക്കില്ല. അതുകൊണ്ട് തന്നെ ഇനി ഈ വെങ്ങന്നൂർ വഴി, ഈ ചേറാങ്കോട് അല്ലെങ്കിൽ വെങ്ങന്നൂർ വഴിക്കുള്ള ഒരു വഴി മാത്രമേ ഉള്ളൂ. അതാണെങ്കിൽ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. നമ്മൾ ഇന്നലെ തന്നെ പുറം ലോകത്തേക്ക് ആ വഴിയും എത്തിച്ചിരുന്നു. മുഴുവനും ആ റോഡും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് പത്തനാപുരത്ത് നിന്ന് ഈ വടക്കേ നടയിലേക്ക് എത്തേണ്ടത് ഇനി ഏകദേശം 3/4 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ യാത്ര ചെയ്യണം. അതും ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ യാത്ര ചെയ്താൽ മാത്രമാണ് ഈ ജനങ്ങൾക്ക് മുഴുവൻ ഈ പുറം ലോകത്തേക്ക് അല്ലെങ്കിൽ ആലത്തൂരിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. പത്തനാപുരത്തെ നിരവധി വിദ്യാർത്ഥികളാണ് ഈ ആലത്തൂരിലെയും അതുപോലെ തന്നെ ഈ വടക്കേ നടയിലും എല്ലാം സ്കൂളുകളിൽ പഠിക്കുന്നത്. അവരുടെ എല്ലാം ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങൾ ഉൾപ്പെടെ നിൽക്കുന്നത് ഈ ആലത്തൂർ കാവശ്ശേരി ഭാഗത്താണ്. ആ വിദ്യാർത്ഥികളെല്ലാം രാവിലെ ഈ വഴിക്കാണ് സ്കൂളിലേക്ക് പോയത്. തിരിച്ച് വൈകിട്ട് വീടുകളിലേക്ക് പോകാൻ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഇനി ചുറ്റി വളഞ്ഞ് ഏകദേശം 14 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ മാത്രമാണ് വീടെത്തുകയുള്ളൂ. നമ്മളിപ്പോൾ നേരത്തെ ഇവിടെ പ്രദേശവാസികളോട് സംസാരിച്ചപ്പോൾ അവരുടെ മക്കൾ പലരും സ്കൂളിലേക്ക് പോകാത്തൊരു സാഹചര്യം വരെ ഉണ്ടായിരിക്കുന്നു. എത്രയും പെട്ടെന്ന് അധികാരികൾ കൃത്യമായി ഇവിടെ ഒരു ഇടപെടൽ നടത്തണം. ഇവർക്ക് ഒറ്റപ്പെട്ട് കഴിയുകയാണ് ഇവിടുത്തെ 1500 കുടുംബങ്ങളും. അവർക്ക് കൃത്യമായ ഒരു യാത്രാ സംവിധാനം അല്ലെങ്കിൽ ഒരു ഗതാഗത സംവിധാനം ഒരുക്കേണ്ടത് അധികാരികളുടെ ഉത്തരവാദിത്തമാണ്. അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്നാണ് ഈ നാട്ടുകാർ മുഴുവനും ഒരുപോലെ ആവശ്യപ്പെടുന്നു. സുജയ, ഓക്കെ, മഴയത്ത് നിന്നാണ് ഞങ്ങളുടെ പ്രതിനിധി ഇക്ബാൽ അറക്കലും സംഘവും ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഗായത്രി പുഴ ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. ആ പാലം തകർന്നു വീഴുന്ന ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട അധികൃതർ നിങ്ങളൊന്ന് കാണുക, ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക. മനുഷ്യരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനുള്ള അവകാശമാണ് നിങ്ങൾ സാധ്യമാക്കി കൊടുക്കേണ്ടത്. ആ ദൃശ്യങ്ങളിലേക്ക്